command in the name of Jesus Christ. Jesus. കുരുക്കിലിപ്പെട്ടവരെ കുരുക്കെന്ന് പറയുന്നത് എന്താ? ഇപ്പോൾ ഒരു സാക്ഷി നമ്മൾ കേട്ടില്ല, 20 കൊല്ലമായിട്ട് ഫാഗ ഉടമ്പടി ചെയ്യാത്ത പുരയിടമാണ് അല്ല. 20 കൊല്ലമേ, വാട്ട് നോൺസെൻസ്. 20 കൊല്ലം ഫാഗ ഉടമ്പടി ചെയ്യാതെ വരുമ്പോൾ എന്നാ പറ്റണത്? ക്രയവിക്രയ സ്വാതന്ത്ര്യം കുറയും, ട്രാൻസാക്ഷൻ പവർ കുറയും, മണി ഡെഡ് മണിയാവും. മണിയാകണേ എപ്പോഴാണ്? അത് കറങ്ങുമ്പോഴാണ് അല്ലേ? കൈമാറ്റം ചെയ്യുമ്പോഴാണ് പണം മൂല്യം വർദ്ധിക്കണത്. മൂല്യം വർദ്ധിക്കുന്നില്ലെങ്കിൽ സ്റ്റക്കാവും, ഡെഡാവും. ഇപ്പം 20 കൊല്ലം ഫാഗ ഉടമ്പടി ചെയ്തില്ലെന്ന് പറഞ്ഞാൽ അത്രയും സ്ഥലം മരവിച്ചിരിക്കുക. ഇങ്ങനെ വരുമാന മാർഗങ്ങൾ മരവിച്ചവരുണ്ട്, ക്രയവിക്രയങ്ങൾ മരവിച്ചവരുണ്ട്, സാങ്കേതിക കുരുക്കിൽപ്പെട്ടിരിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള മരവിപ്പുകൾ, ഇപ്പോൾ സർട്ടിഫിക്കറ്റുകളൊക്കെ നഷ്ടപ്പെടണമെന്നൊക്കെ പറഞ്ഞില്ലേ, അതെല്ലാം മരവിപ്പല്ലേ. സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ മൂവ്മെൻറ്റ് തീർന്നില്ലേ? നമുക്ക് സഞ്ചാര സ്വാതന്ത്ര്യം പോലെ തന്നെയാണ് രേഖാസ്വാതന്ത്ര്യം. സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതെ വരുമ്പോൾ എന്താണ്? വീട്ടു തടങ്കലിലാകും. രേഖാസ്വാതന്ത്ര്യം ഇല്ലാതെ വരുമ്പോഴും വീട്ടു തടങ്കലിലാകും. അങ്ങനെയുള്ള എല്ലാ തടങ്കലുകളും കർത്താവ് എന്താ പറഞ്ഞത്? എല്ലാ തടങ്കലുകളും നിന്നും മോചിപ്പിക്കാൻ വേണ്ടിയാണ് ഈശോ വന്നത്. പ്രാർത്ഥിക്കട്ടെ, ശ്രുതിയുടെ ഹല്ലേലൂയ. ഈശോ എല്ലാ തരത്തിലുള്ള തടങ്കലുകള്, എല്ലാ തരത്തിലുള്ള കുരുക്കുകള് യേശുക്രിസ്തു നാമത്തില് അഴിഞ്ഞു മാറട്ടെ. ഹല്ലേലൂയ. എപ്പോൾ നോക്കിയാലും വെള്ളം കയറിയിരിക്കും. പണ്ട് ഇത്രയും വിഷമം ഇല്ലായിരുന്ന. ഇപ്പോഴും നമുക്ക് കേരളത്തിൽ ചില ഇടങ്ങളിൽ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിട്ടുണ്ട്. 2 മഴ പെയ്താൽ അപ്പോൾ വെള്ളം പൊങ്ങും. വെള്ളം ഒഴുകിയും പുറത്തുമില്ല. അപ്പം അതിൻ്റെ പേര് ജലജന്യ രോഗങ്ങളും ജലജന്യമായുള്ള ഈർപ്പത്തിൻ്റെ പല പ്രശ്നങ്ങളും അതിൻ്റെ ബുദ്ധിമുട്ടുകളും. അപ്പം നമ്മുടെ മനസ്സിലേക്ക് ഇവിടുന്ന് വിറ്റ് പോകണം, അല്ലെങ്കിൽ ഇവിടുന്ന് മാറി താമസിക്കണം. സ്വന്തം ജീവിത ഇടങ്ങളിൽ വീർപ്പ് മുട്ടുന്നവരെ അവിടുന്ന് വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. Lord Jesus, pour out your spirit. ഇത് 2 തരത്തിൽ ചെയ്യാൻ പറ്റും. സ്വന്തം ജീവിത ഇടങ്ങൾ ജീവന ശൂന്യമായ 2 തരത്തിൽ ചെയ്യാൻ പറ്റും. ഒന്ന്, നിങ്ങൾക്ക് അവിടെ നിന്ന് ലിഫ്റ്റ് ചെയ്ത് പോകാം. ചില സമയത്ത് അവിടെ നിന്ന് ലിഫ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കൂടപ്പറപ്പുകളും കുഞ്ഞുങ്ങളും എല്ലാം ഭയങ്കര അറ്റാച്ച്ഡായിട്ട് കിടക്കുന്ന സ്ഥലമാണ്. ഇവിടെ പോകാനാണ് പറ്റത്തില്ല. പക്ഷേ ദൈവത്തിന് അതിന് തീരുമാനം എടുക്കാൻ പറ്റും. ഇപ്പം എൻ്റെ കുടുംബ വീട്ടിലെ അതിൻ്റെ കുറേ ഭാഗം ഞാൻ ഗവൺമെൻറ്റിന് കൊടുത്ത് കുറച്ച് ഭാഗം ഇപ്പോൾ പള്ളിക്ക് കൊടുക്കാൻ പോകുകയാണ്, പള്ളി വെക്കാൻ വേണ്ടി. പക്ഷേ ഞാനവിടെ ചെല്ലുമ്പോൾ, അപ്പനും എല്ലാവരും മരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ തറവാട്ടിൽ ചെല്ലുമ്പോൾ പണ്ടൊന്നും ഇല്ലാത്ത രീതിയിൽ വെള്ളം കയറി കിടക്കുകയാണ്. കാര്യം നാട്ടുകാരുടെ മുഴുവനും വെള്ളം നമ്മളവിടെ താമസമില്ലാത്ത കാരണം ഒഴുകി ഈ പറമ്പിൽ വന്ന് നിൽക്കുന്ന രീതിയിലായി. നാട്ടുകാരോടൊക്കെ ബോൾത്ത ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല, ഉണ്ടാകത്തില്ല. ഞാൻ അമ്മയുമായിട്ട് ബോൾത്ത ഉണ്ടാക്കി. നാട്ടുകാരുമായിട്ട് ബോൾത്ത ഉണ്ടാക്കാൻ പറ്റില്ല, പിന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ആരാ? അമ്മയുമായി. ഒരു 3 വർഷം പ്രെയർ ചെയ്തു.
ചില സമയത്ത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, അത് ഡിസ്പോസികളെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ദൈവത്തിന് അത് വേറെ ലക്ഷ്യമുള്ള കാരണം ഡിസ്പോസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ എന്ത് സംഭവിക്കണമെന്ന് അറിയാവോ? ഞാൻ ചിന്തിക്കാത്ത വേറൊരു പരിഹാരം ഉണ്ടായി. അവിടുത്തെ റോഡിൻ്റെ പടിഞ്ഞാറൻ വശത്ത് കൂടി, പടിഞ്ഞാറിൽ നിന്നാണ് വെള്ളം മുഴുവൻ ഒഴുകി എല്ലാ വശത്തും കയറിക്കൊണ്ടിരുന്നത്. അവിടെ മുഴുവൻ കാണയായിട്ട് ആ വെള്ളം വേറെ കാണ കെട്ടി വേറെ വഴിക്ക് പോകണം. ഇപ്പം ഇങ്ങോട്ട് വരണില്ല. ആരുമായിട്ട് നമുക്ക് പ്രശ്നമില്ല, ആരുമായിട്ട് നമുക്ക് പ്രശ്നമില്ല. കർത്താവ് ആ വിഷയം ഇലക്കും മുള്ളും ദോഷമില്ലാത്ത രീതിയിൽ പരിഹരിച്ചു. എല്ലാത്തിനും പരിഹാരമുണ്ട്. എല്ലാത്തിനും വേണ്ടി നീ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കണം, ആശ്രയിക്കണമെന്ന് മാത്രമേ ദൈവം ആഗ്രഹിക്കുന്നുള്ളൂ. ദൈവവേദലെ എന്തെങ്കിലും ഇതുപോലെ വിഷയം ഉണ്ടെങ്കിൽ ഇപ്പോഴും ഓർക്കേണ്ട സമയമാണ്. നിൻ്റെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, നിൻ്റെ ജീവിത അവസ്ഥകളെ വീർപ്പ് മുട്ടിക്കുന്ന സാഹചര്യങ്ങൾ കണ്ണീരോടെ അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. അമ്മേ, പരിശുദ്ധമ്മേ, എൻ്റെ മനസ്സിനെ വീർപ്പ് മുട്ടിക്കുന്ന തൊഴിലിടങ്ങള്, പാർപ്പിടങ്ങള്, പരിസരങ്ങള് പരിശുദ്ധ അമ്മ വഴി ഈശോയെ കേൾപ്പിക്കുന്ന സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർണം സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറയുന്നു. പ്രത്യേകിച്ച് വലത് കർണത്തിൽ നിന്ന് പഴുപ്പും ചോരയും ഒക്കെ വരുന്നതാണ്. കേൾക്കാൻ പാടില്ലാത്തവരൊക്കെ കർണത്ത് വെച്ച് പ്രാർത്ഥന. 2 കൈ വെക്കേണ്ട, ഒരു കൈ വെക്കുക. 2 ചെവി ഉണ്ടെന്ന് ചോദിച്ചുകൊണ്ട് 2 ചെവിയിലേയും കൊണ്ട് കൈ വെക്കരുത്. ഒരു ചെവി വെച്ചാൽ കർത്താവിന് മനസ്സിലാവും. ശരീരത്തിൽ മുഴകളുള്ളവർ, തിണർത്തിരിക്കുന്നവർ, എപ്പോഴും ഗ്യാസിൻ്റെ അസുഖമുള്ളവർ, ഒരു കാര്യമില്ല, വയറെപ്പോഴും വീർത്തിരിക്കത്തുള്ളൂ. കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും വീർത്തിരിക്കും. അവരെല്ലാം വയറെ കൈവെക്കുക. കണ്ണീരോടെ പ്രാർത്ഥിക്കുക. നാക്കിന് പ്രശ്നമുള്ളവരുണ്ട്, നാക്കിൽ തൊട്ട് പ്രാർത്ഥിക്കണം. ശ്രുതികട്ടെ. ഹല്ലേലൂയ. യേശു സ്തോത്രം. ഹല്ലേലൂയ. ലോർഡ് ജീസസ്, ലോർഡ് ജീസസ്, pour out his spirit. കർത്താവേ, സ്പർശിക്കണമേ, ഉദരത്തെ സ്പർശിക്കണമേ, കിഡ്നിയെ സ്പർശിക്കണമേ, കുടലിനെ സ്പർശിക്കണമേ, ആമാശയങ്ങളെ സ്പർശിക്കണമേ, ഗർഭാശയങ്ങളെ സ്പർശിക്കണമേ. ഈശോ, യേശുവിന്റെ നാമത്തിലെ മാരക രോഗങ്ങള്, തിരവേദികള് മാറിപ്പോട. ഹല്ലേലൂയ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അമ്മ മാതാവിൻ്റെയും ഈശോയുടെയും വലിയ അനുഗ്രഹം കൊണ്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ചെയ്ത എല്ലാ അനുഗ്രഹങ്ങളും ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഉടമ്പടി സാക്ഷ്യം ആരംഭിക്കുന്നു. എൻ്റെ പേര് പ്രിയ. ഞാൻ ചെങ്ങന്നൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഇവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2024 ജനുവരി മാസത്തിലായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തത്. ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ ജർമ്മൻ ലാംഗ്വേജിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയായിരുന്നു. ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് ജർമ്മനിക്ക് പോകാനുള്ള തടസ്സത്തിന് കൊണ്ടാണ് ഞാനിവിടെ ഉടമ്പടി എടുത്തത്. അപ്പം ഞാനിവിടെ കൃപാസനത്തിൽ വരാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്നത് എൻ്റെ അമ്മയുടെ കൂടെയായിരുന്നു. അമ്മ ആദ്യം ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എൻ്റെ ആദ്യത്തെ V2-ൻ്റെ 2 മൊഡ്യൂൾസും ഞാൻ പാസ്സായത്. അത് എൻ്റെ ജീവിതത്തിൽ അത് വലിയൊരു മാറ്റമാണ് ഞാൻ കണ്ടത്. കാരണം ആ 2 മൊഡ്യൂൾസും ഞാൻ അമ്മ തന്നുവിട്ട കാശുരൂപവും വെഞ്ചരിച്ച തൈലം കൊണ്ടാണ് ഞാൻ പോയത്. അങ്ങനെ അത് വളരെ അത്ഭുതകരമായിട്ട് ഞാൻ പൂനെയിൽ പോയി എക്സാം എഴുതുകയും എനിക്ക് പെട്ടെന്ന് തന്നെ ഡേറ്റ് കിട്ടുകയും ഞാൻ അവിടെ പോയി എക്സാം അറ്റൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. അങ്ങനെ ഞാൻ അതിന് ശേഷം എൻ്റെ അടുത്ത 2 മൊഡ്യൂൾസിന് വേണ്ടി ഞാൻ ഡേറ്റ് എടുത്തിരുന്നു. പക്ഷേ എന്ത് ചെയ്തിരുന്നിട്ടും എൻ്റെ ആ കോൺഫിഡൻസ് മൂലം എനിക്ക് വേറൊരു ഡേറ്റ് കിട്ടിയിരുന്നില്ല. അങ്ങനെ ഞാൻ അതിന് ശേഷം എൻ്റെ സ്വയമേ ഉള്ള കഴിവുകൊണ്ട് ഞാൻ ഡേറ്റ് എടുക്കാൻ നോക്കി. ഒന്നും എനിക്ക് ഡേറ്റ് കിട്ടുന്നില്ല. അന്നത്തെ ആ സമയത്ത് എനിക്ക് മൊത്തം സ്കാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ചെന്നൈയിലൊരു ഡേറ്റ് കിട്ടണമെന്ന് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു. പക്ഷേ എനിക്കതൊന്നും കിട്ടിയില്ല.
അങ്ങനെ ഞാൻ നവംബറിന് എനിക്ക് ഡൽഹിയിൽ എങ്ങനെയൊക്കെയോ എനിക്ക് ഏജൻറ്റ് തന്നെ ഡേറ്റ് എടുത്ത് തന്നു. അങ്ങനെ ഞാൻ ബാക്കി 2 മൊഡ്യൂൾസായ ശ്രൈബനും സ്പ്രഹനും കൂടെ സ്പീക്കിങ്ങും റൈറ്റിങ്ങും കൂടെ ഞാൻ ഡൽഹിയിൽ പോയി എഴുതി. പക്ഷേ എൻ്റെ സ്വയമേ ഉള്ള ഒരു അഹങ്കാരം കൊണ്ടും എൻ്റെ ഓവർ കോൺഫിഡൻസും കാരണം ഞാൻ പോയി എഴുതി. പക്ഷേ അത് 2 മൊഡ്യൂളും ഞാൻ പാസ്സായിരുന്നില്ല. അങ്ങനെ ഞാൻ അതിനുശേഷം ഇത് എന്നെക്കൊണ്ട് ഒരിക്കലും ഇത് പാസ്സാവാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ ഞാൻ വന്നപ്പം എനിക്ക് ഉടമ്പടി എടുക്കാനുള്ള പ്രചോദനം മാതാവ് എനിക്ക് തന്നു. അങ്ങനെ ഞാൻ ഡിസംബർ മാസം ഞാനിതുപോലെ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നവർക്കറിയാം, ട്രിവാൻഡ്രം കൊച്ചിയിലും ഭയങ്കര പാടാണ്. ഒരു മെയിൽ അയച്ചിട്ട് ഒരു ഡേറ്റ് കിട്ടാനൊക്കെ എത്രമാത്രം പാടാണെന്ന് ജർമ്മൻ പഠിക്കുന്ന പിള്ളേർക്കറിയാം. പക്ഷെ ഞാൻ ഡിസംബറിൽ ഞാൻ ഇതുപോലെ ട്രിവാൻഡ്രം കൊച്ചിയിൽ ഞാൻ മെയിൽ അയച്ചിരുന്നു. അങ്ങനെ അത് ഞാൻ അയച്ചതുപോലും എനിക്കൊരു ഓർമ്മയില്ല. പക്ഷെ ഞാൻ ഉടമ്പടി എടുക്കാൻ ഞാൻ ജനുവരിയിൽ ഇവിടെ വന്നു. അതിന് ശേഷം ഞാൻ ഈ അയച്ച മെയിൽ ഈ ഉടമ്പടി കഴിഞ്ഞിട്ട് മാതാവ് എനിക്ക് തന്നു. എനിക്കതെങ്ങനെയാണെന്ന് അറിയത്തില്ല, മാതാവ് എനിക്കത് കൊണ്ടു തന്നു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ ഡിസംബറിൽ ഞാനിത് വെച്ചിട്ടുണ്ടായിരുന്നു, ഈ മെയിൽ എനിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് എനിക്ക് കിട്ടിയത്. അങ്ങനെ എനിക്ക് ട്രിവാൻഡ്രത്ത് 2 മൊഡ്യൂൾസിന് വേണ്ടി ഒരു ഏജൻറ്റ് ഫീസും കൂടാതെ മാതാവ് എനിക്ക് എടുത്തു തന്നു. അങ്ങനെ എനിക്കൊരു കൂട്ടുകാരി എനിക്കവിടെ പരിചയപ്പെടുത്തി. അങ്ങനെ ഞാൻ ഫീസ് അടയ്ക്കാൻ നേരത്തെ ഞാൻ കൊച്ചിയിൽ പോയി ഫീസ് അടച്ചതിന് ശേഷം ഞാനൊരു ഫ്രണ്ടിനെ പരിചയപ്പെടുത്തി. അങ്ങനെ ഞങ്ങൾ 2 പേരും ഒരുമിച്ച് സ്പീക്കിംഗ് ഒക്കെ ഒത്തിരി പ്രാക്ടീസ് ചെയ്തിരുന്നു, റൈറ്റിംഗ് ഒത്തിരി പ്രാക്ടീസ് ചെയ്തിരുന്നു. പക്ഷേ എനിക്ക് സ്പീക്കിംഗ് ഭയങ്കര ടഫായതുകൊണ്ട് ഞാൻ സ്പീക്കിംഗ് മൊഡ്യൂൾ മാത്രം ഞാൻ മാറ്റി വെച്ചിരുന്നു. പക്ഷേ റൈറ്റിംഗ് ഞാൻ എൻ്റെ കഴിവുകൊണ്ട് വീണ്ടും ഞാൻ പഠിക്കാൻ തുടങ്ങി. വീണ്ടും ഞാൻ രാത്രിയും പകലും ഇല്ലാതെ ഞാൻ ഒത്തിരി പഠിച്ചു. പക്ഷേ എൻ്റെ എക്സാം ഡേറ്റ് എടുത്തു, ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തു. ആ സമയത്ത് ഞാൻ ഉടമ്പടി കാശുരൂപവും വെഞ്ചരിച്ച തൈലവും കൊണ്ട് ഞാൻ പോയിരുന്നു. അങ്ങനെ ഞാൻ ആദ്യത്തെ റൈറ്റിംഗ് മൊഡ്യൂളിന് ഞാനൊന്നും പഠിച്ചിരുന്നു. എല്ലാവരും എൻ്റെ ചുറ്റുമുള്ള എല്ലാ പിള്ളേരും പഠിക്കുന്ന കണ്ടിട്ട് എനിക്കൊരു ടെൻഷനൊന്നുമില്ല. പക്ഷെ ഞാൻ പഠിച്ച കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ഓർത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ശ്രൈബന് എക്സാം ഹോളിൽ കയറി. എൻ്റെ കഴിവനുസരിച്ച് ഞാൻ മുഴുവനും എല്ലാ കാര്യങ്ങളും ഞാൻ എഴുതിയിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു എനിക്കത് കിട്ടും, എനിക്ക് ഉറപ്പായിട്ട് എനിക്ക് ശ്രൈബൻ കിട്ടും. പക്ഷേ സ്പീക്കിംഗ് എങ്ങനെ ആവുമെന്ന് എനിക്ക് ഒരു പിടിയില്ലായിരുന്നു. അങ്ങനെ അടുത്ത ഉച്ചയ്ക്ക് ശേഷം ഞാൻ സ്പീക്കിങ്ങിന് കയറുന്നതിന് മുമ്പ് ഞാൻ അവിടെ ഉടമ്പടി ഉപ്പ് ഞാൻ അവിടെ വിതറിയിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടി കാശുരൂപം കൊണ്ട് ഞാൻ എക്സാം ഹോളിൽ കയറിയിട്ട് എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഞാൻ അവിടെ ഒന്നും പറഞ്ഞില്ല, ഞാൻ ഒന്നും പഠിച്ചിരുന്നില്ല. അങ്ങനെ എൻ്റെ ആ 2 എക്സാമും ഞാൻ അറ്റൻഡ് ചെയ്തു. എൻ്റെ റിസൾട്ട് വന്നത് 1 മാസത്തിന് ശേഷമായിരുന്നു. ആ 1 മാസം ഞാൻ ഉടമ്പടി ധ്യാനവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും അതുപോലെ തന്നെ ബൈബിൾ വായനയും ജപമാലയും ഒക്കെ ഞാൻ 1 മാസം ഞാൻ അത് കണ്ടിന്യൂ ആയിട്ട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. നിയോഗം വെച്ച് ദൈവകൃപയുണ്ടെങ്കിൽ അത് കിട്ടട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഞാനിവിടെ വന്ന് സാക്ഷ്യം പഠിപ്പിക്കോളാമെന്നും ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ മാതാവ് അനുഗ്രഹിച്ച് വലിയൊരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടില്ല എന്ന് പറഞ്ഞ മൊഡ്യൂളായ സ്പീക്കിംഗ് മാതാവ് എനിക്ക് അവിടെ നിന്ന് അനുഗ്രഹിച്ച് തന്നു. പക്ഷേ എൻ്റെ കോൺഫിഡൻസോട് ഞാൻ എഴുതിയ റൈറ്റിംഗ് എനിക്ക് കിട്ടിയിരുന്നില്ല. അതിനുശേഷം വീണ്ടും ഞാൻ ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞാൻ ശ്രൈബൻ എൻ്റെ 3ാമത്തെ അറ്റംപ്റ്റ് ആയിരുന്നു. അങ്ങനെ എനിക്ക് ആ ഡേറ്റും മാതാവ് എനിക്ക് ഇവിടെ നാട്ടിൽ തന്നെ എനിക്ക് മെയിൽ അയച്ച് എനിക്ക് തന്നിരുന്നു. അങ്ങനെ കൊച്ചിയിൽ ഞാൻ വീണ്ടും പോയി എക്സാം എഴുതി എനിക്ക് 1 ആഴ്ച മാത്രമേ ഉള്ളൂ പ്രിപ്പയർ ചെയ്യാനുള്ള ഡേറ്റ്. ആ 1 ആഴ്ച കൊണ്ട് എനിക്ക് എന്തോ പ്രിപ്പയർ ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഇത്രയും പ്രിപ്പയർ ചെയ്തിട്ട് എനിക്കൊന്നും എഴുതാൻ എനിക്കറിയില്ല. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഇതിപ്പോൾ 3ാമത്തെ അറ്റംപ്റ്റാണ്. പക്ഷേ എനിക്ക് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഏജൻറ്റ് ഫീസ് കൂടാതെ തന്നെ മാതാവ് എനിക്കത് വീണ്ടും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് വഴി എനിക്കത് എടുത്തു തന്നു. അങ്ങനെ ഞാൻ ശ്രൈബൻ എക്സാം പോയി എഴുതി. 1 ആഴ്ചത്തെയുള്ള പ്രിപ്പറേഷനും ഞാൻ ജപമാലയും ഞാൻ ബൈബിൾ എഴുതാനുള്ള ബൈബിൾ പുതിയ നിയമം എഴുതാൻ വേണ്ടി ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഞാൻ 1 ആഴ്ച ഞാൻ പ്രിപ്പയർ ചെയ്തത് ഞാൻ പ്രാർത്ഥനയിലൂടെയായിരുന്നു.
അങ്ങനെ ഷ്രൈബൻ എക്സാം ഞാൻ കൊച്ചിയിൽ പോയി എഴുതി. ഒരു തടസ്സവും ഇല്ലാതെ, എനിക്ക് ഒരു പേടിയില്ലായിരുന്നു. ഇനി എന്ത് തന്നെ സംഭവിച്ചാലും അത് ദൈവത്തിൻ്റെ നാമത്തിൽ അത് അങ്ങനെ തന്നെ ആവട്ടെ, ദൈവനാമത്തിൽ അത് ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പറഞ്ഞു. അതിനുശേഷം എൻ്റെ റിസൾട്ട് വന്നു. മെയിലായിരുന്നു എൻ്റെ റിസൾട്ട് വന്നത്. അങ്ങനെ ഞാൻ ആ എക്സാമും ഞാൻ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ പാസ്സായി. ഇതിൻ്റെ എല്ലാം ഞാൻ ഉടമ്പടി കാശ് രൂപം ഞാൻ വെച്ചുകൊണ്ടായിരുന്നു ഞാൻ പോയത്. അതുപോലെ തന്നെ ഞാൻ ഈ എക്സാം റിസൾട്ട് നോക്കുമ്പം ഞാൻ എൻ്റെ ഫോണിൽ ഞാൻ ഉടമ്പടി കാശ് രൂപ അതിൻ്റെ മണ്ടയ്ക്ക് വെച്ചിട്ട് വളരെ സാവധാനം ഞാൻ നോക്കത്തുള്ളൂ. ഞാൻ ഒരിക്കലും എല്ലാ പിള്ളേരും നോക്കുന്ന പോലെ ഞാൻ ഒരിക്കലും ആ സമയത്ത് നോക്കത്തില്ല. എല്ലാം മാതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഞാൻ സമാധാനത്തോടെ ഞാൻ നോക്കത്തുള്ളൂ. ഓരോരുത്തർക്കും ഓരോ റിസൾട്ട് കിട്ടുമ്പം ടെൻഷനുണ്ട്. പക്ഷേ എനിക്ക് ആ ടെൻഷൻ ആ സമയത്തില്ലായിരുന്നു. ആ 2 മൊഡ്യൂളും, അതായത് സ്പീക്കിങ്ങും റൈറ്റിങ്ങും മൊഡ്യൂൾ കിട്ടിയപ്പോൾ പോലും എനിക്കൊരു ടെൻഷൻ ഇല്ലായിരുന്നു. അങ്ങനെ മാതാവ് 2 മൊഡ്യൂളും സെയിം മാർക്കോടുകൂടെ എനിക്ക് പാസ്സാകാൻ പറ്റി. അതിനുശേഷം എൻ്റെ ജർമ്മൻ വിസ പ്രോസസ്സിങ്ങിന് വേണ്ടി ഒത്തിരി തടസ്സമുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഉടമ്പടി പുതുക്കാൻ കുറച്ച് ലേറ്റായിപ്പോയി. അങ്ങനെ അതിൻ്റെ പ്രോസസ്സിങ്ങിന് കുറച്ച് ലാഗായി. ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊടുത്തു. പക്ഷേ എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. എനിക്ക് കോൺട്രാക്റ്റ് ഒന്നും ലഭിച്ചില്ല. അങ്ങനെ ഞാൻ ഒരു 5-6 മാസം ഞാൻ വെയിറ്റ് ചെയ്തു. ഞാൻ 3ാമത് ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞാൻ ഇവിടെ വെക്കാത്തൊരു നിയോഗമായിരുന്നു എനിക്ക് ജർമ്മൻ ട്യൂട്ടർ വേക്കൻസിയുടെ കാര്യം. അങ്ങനെ അത് ഞാൻ പണ്ട് ഞാനത് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു ചാൻസ് കിട്ടിയാലോ എന്നുള്ളൊരു രീതിയിൽ ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് മാതാവ് എനിക്ക് 8 നോയമ്പിൻ്റെ സമയത്ത് മാതാവ് എനിക്കൊരു ഗിഫ്റ്റായിട്ട് തന്നതാണ്. ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കാനുള്ള ഒരു വേക്കൻസി മാതാവ് എനിക്ക് ഇൻ്റർവ്യൂ കൂടാതെ എനിക്കവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കോട്ടയത്തും തൃശ്ശൂരുമായിട്ട് ഞാൻ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി പിള്ളേരെ ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കുകയും മാതാവിനെക്കുറിച്ച് അവരോട് ഒത്തിരി കാര്യങ്ങൾ, കൃപാസന മാതാവിനെ പറ്റി ഒത്തിരി കാര്യങ്ങൾ എൻ്റെ സാക്ഷ്യങ്ങളെല്ലാം ഞാൻ അവരെ പറയുകയും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ എൻ്റെ പ്രോസസ്സിങ് വീണ്ടും ഞാൻ വേറൊരു അച്ഛന് വഴി കൊടുത്തു. അത് എൻ്റെ ഒരു കസിൻ മുഖേനയാണ് എനിക്ക് ആ അച്ഛനെ പരിചയപ്പെടുത്താൻ പറ്റിയത്. അത് ആ അച്ഛനാണെങ്കിൽ വളരെ എല്ലാ കാര്യങ്ങളും എല്ലാം എനിക്ക് പറഞ്ഞു തരികയും എൻ്റെ പ്രോസസ്സിങ്ങിൻ്റെ പേപ്പർ വർക്ക് എല്ലാം സ്മൂത്തായിട്ട് നടക്കുകയും ചെയ്തിരുന്നു. ഞാൻ ഉടമ്പടി പുതുക്കിയതിന് ശേഷം എല്ലാ കാര്യങ്ങളും ഞാൻ കാശ് രൂപം വെച്ചായിരുന്നു ഓരോ പേപ്പർ വർക്ക് മുന്നോട്ട് പോകുമ്പോഴും ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഇനി ഇൻ്റർവ്യൂ ഡേറ്റ് വന്നു. ഡിസംബറിലായിരുന്നു എൻ്റെ ഇൻ്റർവ്യൂ. ഞാൻ വൈകുന്നേരം കാശ് രൂപം ഉപയോഗിച്ച് ഞാൻ ഉടമ്പടി തൈലും നെറ്റിയിലും വായിലും പുരട്ടി ഞാൻ കുരിശ് വരച്ച് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. എനിക്ക് ഒരു ഉറപ്പൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ ദൈവം എനിക്ക് തന്നൊരു ധൈര്യം കൊണ്ടും മാതാവിൻ്റെ ഒരു ധൈര്യം കൊണ്ടും ഞാൻ ആ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അന്ന് തന്നെ എനിക്ക് റിസൾട്ട് വന്നു. ഞാൻ പാസ്സാവുകയും ചെയ്തു. ഞാൻ ഇൻ്റർവ്യൂ വളരെ അത്ഭുതകരമായിട്ട് ഞാൻ പാസ്സാവുകയും ചെയ്തു. അതിനുശേഷം എൻ്റെ വിസ പ്രോസസ്സിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഒത്തിരി തടസ്സം ഉണ്ടായിരുന്നിട്ട് പോലും എല്ലാ കാര്യത്തിനും മാതാവിൻ്റെ ഒരു കയ്യൊപ്പ് അവിടെ ഉണ്ടായിരുന്നു. കാരണം പല തടസ്സങ്ങൾ, ചിലപ്പോൾ തകർന്നു പോകാനുള്ള നിമിഷങ്ങൾ കുറേ ഉണ്ടായിരുന്നിട്ട് പോലും, പൈസയുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഒത്തിരി ഉണ്ടായിരുന്നിട്ട് പോലും മാതാവ് അവിടെ എല്ലാം മാതാവിൻ്റെ ഒരു വലിയ കരം അവിടെ ഉണ്ടായിരുന്നു. അത് ഞാൻ കൂടുതൽ അനുഭവിച്ചൊരു നിമിഷമായിരുന്നു ആ വിസ പ്രോസസ്സിങ്ങിൻ്റെ സമയം. എനിക്ക് ഡേറ്റ് കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഡെയിലി ബ്രെഡ് എന്നും കാണുമായിരുന്നു. അങ്ങനെ ഞാൻ അച്ഛൻ്റെ ആ ഡെയിലി ബ്രെഡിൽ ഞാൻ എപ്പോഴും ഒരു നിയമം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു വിസ പ്രോസസ്സിങ്ങിന് വേണ്ടിയുള്ള ഡേറ്റിന് വേണ്ടി. അങ്ങനെ എനിക്ക് അതിന് അത്ഭുതകരമായിട്ടൊരു ഡേറ്റ് ലഭിച്ചു. അങ്ങനെ എൻ്റെ വിസ പ്രോസസ്സിങ്ങിന് എനിക്ക് ഡേറ്റ് കിട്ടി. അങ്ങനെ വിസ കൊണ്ട് ഞാൻ അവിടെ വെച്ചിട്ട് എനിക്ക് ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് വിസ ലഭിച്ചു. അങ്ങനെ ഞാൻ 24-ാം തീയതി, ഈ മാസം 24-ാം തീയതി ഞാൻ ജർമ്മനിക്ക് പോവുകയാണ്. അതെല്ലാം മാതാവ് തന്നൊരു അനുഗ്രഹമാണ്. അതുപോലെ തന്നെ ഞാൻ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ ചെയ്തത് പൊതുസ്ഥലങ്ങളിൽ ഞാൻ അതുപോലെ തന്നെ ഓട്ടോക്കാർക്കൊക്കെ ഞാൻ പത്രങ്ങൾ വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു. പലരും എന്നെ കളിയാക്കുന്നുണ്ടായിരുന്നു. എനിക്ക് സങ്കടപ്പെടുത്തുന്ന ഒരു നിമിഷം കുറേ പത്രപ്രവർത്തനത്തിലൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് പറഞ്ഞ പത്രപ്രവർത്തനമായിരുന്നു. എൻ്റെ പള്ളിയിൽ എൻ്റെ മാതാവിൻ്റെ ഗ്രോട്ടോയിൽ ഇഷ്ടംപോലെ പത്രങ്ങൾ കൊണ്ട് നിരത്തി വെക്കുമായിരുന്നു. പക്ഷെ അതെല്ലാം ഞാൻ എടുത്ത് ഓരോ മക്കൾക്കും ഞാൻ വിതരണം ചെയ്തു കൊടുക്കുമായിരുന്നു.
എന്നെ ഒത്തിരി പേര് കളിയാക്കിയിട്ടുണ്ടായിരുന്നു. എന്തിനാണ് നീ പത്രം കൊടുക്കുന്നത്, ഈ പത്രം കൊടുത്തിട്ട് നിനക്ക് എന്തെങ്കിലും ഗുണം കിട്ടിയിട്ടുണ്ടോ, അങ്ങനെയൊക്കെ എന്നോട് ചോദിക്കുമായിരുന്നു. അപ്പം ഞാനതൊന്നും കാര്യമാക്കാതെ, എനിക്ക് ആദ്യം അതൊരു വിഷമമായിരുന്നു, പക്ഷേ എനിക്കത് വലിയ കാര്യമാക്കാതെ ഞാൻ വീണ്ടും അത് തന്നെ തുടർന്നിരുന്നു. അതിനുശേഷം ഞാൻ ഒത്തിരി പാവപ്പെട്ടവർക്ക് പൊതിച്ചോറൊക്കെ എന്നെക്കൊണ്ട് ആവുന്ന രീതിയിൽ ഞാനും എൻ്റെ അമ്മയും പപ്പയും കൂടെ ഞാൻ പൊതുസ്ഥലത്ത് പൊതിച്ചോറ് വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം കാരുണ്യ പ്രവർത്തികളായിട്ട് രോഗികളെ സന്ദർശിക്കാനും ഒക്കെ ഞാൻ പോയിരുന്നു. എനിക്കെന്ന എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും തന്നതിനോർത്ത് കൃപാസന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഉടമ്പടി സാക്ഷ്യം ഇവിടെ അവസാനിക്കുന്നു. ഈശോയ്ക്കും അമ്മ മാതാവിനും നന്ദി. എൻ്റെ പേര് മായാരാജൻ. ഞാൻ കൊല്ലം ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഇതെൻ്റെ ഹസ്ബൻഡ് രാജൻ പിള്ള, ഇതെൻ്റെ മകൾ പാർവതി രാജൻ. ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ആദ്യം വന്ന് ഉടമ്പടി എടുത്തത്. 18/10/2023 ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ മകൾ ഒരു ബിടെക് കഴിഞ്ഞ വിദ്യാർത്ഥിയായിരുന്നു. 6 പേപ്പർ അവൾക്ക് കിട്ടാനുണ്ടായിരുന്നു. അത് 6 കിട്ടാൻ വേണ്ടിയായിരുന്നു നിയോഗം ആദ്യം വെച്ചിരുന്നത്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞാൻ ആദ്യത്തെ പുതുക്കലിന് വന്നപ്പോഴാണ് അവൾ ഉടമ്പടി എടുക്കുന്നത്. ബാക്കി അവളുടെ കാര്യം അവൾ പറയും. മാതാവിനും ഈശോയ്ക്കും നന്ദി. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് 23/12/2023 അമ്മയായിരുന്നു ആദ്യം ഉടമ്പടി എടുത്തത്. അമ്മയുടെ ആദ്യത്തെ പുതുക്കലിനാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഞാൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആയിരുന്നു കഴിഞ്ഞ് നിന്നത്. എനിക്ക് അതിന് ശേഷം പാസ്സായി ആ വർഷം കഴിഞ്ഞതിന് ശേഷം എനിക്ക് 6 പേപ്പർ കിട്ടാനുണ്ടായിരുന്നു, സപ്ലി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ആദ്യത്തെ നിയോഗം അതായിരുന്നു വെച്ചിരുന്നത്. പിന്നെ രണ്ടാമത്തെ നിയോഗമായിരുന്നു ജോലിയുടെ വെച്ചിരുന്നത്. പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഇവിടുന്ന് ഉടമ്പടി എടുത്ത് ഇവിടുന്ന് കിട്ടിയ കാശ് രൂപവും തൈലവും വെച്ച് ഞാൻ എക്സാമിന് പോയി പ്രാർത്ഥിച്ച് എക്സാം പേപ്പറിൽ തൈലം വരച്ച് കാശ് രൂപം കയ്യിൽ മുറുകെ പിടിച്ച് ഉപ്പും വെച്ചിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ച് എക്സാം എഴുതിയത്. എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷം റിസൾട്ട് ഒരു 3 മാസം കഴിഞ്ഞിട്ടാണ് വന്നത്. 3 മാസം കഴിഞ്ഞതിന് ശേഷം റിസൾട്ട് വന്നത് എനിക്ക് എല്ലാ പേപ്പറും ക്ലിയർ ആവുകയും ചെയ്തു. പിന്നെ അതിനുശേഷം സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണത്താൽ ഞാൻ മാതാവിനോട് ഒരു കാര്യം കൂടെ പറഞ്ഞിരുന്നു. എനിക്ക് ഈ ബിടെക് പേപ്പർ കിട്ടുന്നിടം വരെ താൽക്കാലികമായി എൻ്റെ വീട്ടിൻ്റെ അടുത്തൊരു സ്ഥാപനത്തിലെങ്കിലും എനിക്കൊരു ജോലി തന്ന് അനുഗ്രഹിക്കണേന്ന്. മാതാവും ഈശോയും അനുഗ്രഹിച്ച് എനിക്ക് ബിടെക് പേപ്പർ കിട്ടുന്നിടം വരെ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ എനിക്കൊരു ജോലി തന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു. അതിനുശേഷം ബിടെക് പേപ്പർ എല്ലാം കിട്ടിയതിന് ശേഷം എനിക്ക് നല്ലൊരു IT കമ്പനിയിൽ എറണാകുളത്ത് തന്നെ, ഇവിടെ മാതാവിൻ്റെ അടുത്ത് തന്നെ എനിക്ക് എറണാകുളത്തെ ഒരു കമ്പനിയിൽ ഇവിടെ ജോലി കിട്ടുകയും ചെയ്തു. ഈ ഓഗസ്റ്റ് 13 ഞാൻ ഓഫർ ലെറ്ററും പിന്നെ എൻ്റെ ബിടെക് സർട്ടിഫിക്കറ്റും കൊണ്ടാണ് ഇപ്പോൾ ഞാൻ സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത്. ആദ്യത്തെ ശമ്പളത്തിൽ നിന്ന് 1 ഞങ്ങളിവിടെ മാതാവിന് സമർപ്പിക്കുകയും ചെയ്തു. രണ്ടാമത്തെ സാക്ഷ്യം 15 വർഷമായിട്ട് ഞങ്ങൾക്കൊരു വണ്ടി ഉണ്ടായിരുന്നു. അത് ഒരു വലിയ എൻജിൻ പണി കാരണം 7-8 മാസം കൊണ്ട് വർക്ക്ഷോപ്പിലായിരുന്നു. അത് കാരണം ഞങ്ങൾ തൽക്കാലം പോകാനായിട്ടൊരു പഴയ വണ്ടി വാങ്ങുകയും ആ വണ്ടി മറ്റേ വണ്ടിയുടെ പണി തീരുകയും ഈ വണ്ടി കയ്യിരിക്കുന്നത് കൊണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം മറ്റേ വണ്ടി എടുക്കാനും പറ്റിയില്ലായിരുന്നു. അങ്ങനെ ഒരുപാട് പേര് വന്ന് നോക്കുകയും വില കുറച്ച് പറയുകയും ചെയ്തത് കാരണം അത് കൊടുക്കാൻ പറ്റിയില്ല. മാതാവിനോട് അപ്പോഴാണ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡിൽ അച്ഛൻ പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് വെച്ച് പ്രാർത്ഥിക്കുക. ഞാനങ്ങനെ താക്കോൽ രാവിലെ താക്കോൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ഒരാഴ്ചക്കകം ഒരാൾ വന്ന് ആ വണ്ടി നല്ല വിലയ്ക്ക് മേടിക്കുകയും ചെയ്തു. അത് കൊടുത്ത് ഞങ്ങൾക്ക് മറ്റേ വണ്ടി വാങ്ങാനും പറ്റി. അതുകൂടാതെ മറ്റേ വണ്ടി പണിഞ്ഞു തീർന്നപ്പോൾ അതിന് 1 ലക്ഷം രൂപയാവുകയും ചെയ്തു. അത്രയും പൈസ കൊടുക്കാനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടായത് കാരണം 80,000 രൂപയും കൊണ്ടാണ് പോയത്. ഞാൻ ആ പൈസയിലെല്ലാം വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം തേച്ച് പ്രാർത്ഥിച്ച്, പക്ഷേ വർക്ക്ഷോപ്പിൽ ചെന്നപ്പോൾ അയാൾ ഒരു ബുദ്ധിമുട്ടും പറയാതെ ആ പൈസ വാങ്ങിച്ച് വണ്ടി ഞങ്ങൾക്ക് എടുക്കാനും പറ്റി. പിന്നെ എൻ്റെ ഭർത്താവിന് ഹെർണിയയുടെ അസുഖമുണ്ട്. അത് എപ്പോഴും വേദനയും അതിൽ നിന്ന് ബ്ലഡ് വരികയും ചെയ്യുമായിരുന്നു. ഞാൻ എപ്പോഴും വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം തേക്കുകയും ഉപ്പ് വെള്ളത്തിലിട്ട് കൊടുത്തതിൻ്റെ ഫലമായി ഇപ്പോൾ അത് മാറുകയും ചെയ്തു. പിന്നെ അതേപോലെ ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. എൻ്റെ മോൾക്ക് ഒരു 12 വർഷം കൊണ്ട് PCOD രോഗം ഉള്ളതായിരുന്നു. എത്ര ഡോക്ടർമാരെ കാണിച്ചെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അവസാനം ഒരു 7-8 വർഷം കൊണ്ട് ഹോമിയോ മരുന്ന് കഴിച്ച് അവൾ മടുത്ത്. അങ്ങനെ ഇവിടെ വന്ന് മാതാവിൻ്റെ തൈലം എല്ലാ മാസവും വയറ്റിൽ വിശ്വാസ പ്രമാണം ചൊല്ലി തേച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇപ്പോൾ അവളെ PCOD മാറുകയും അവൾക്ക് എല്ലാ മാസവും ഇപ്പോൾ പീരീഡ്സ് ആവുകയും ചെയ്യുന്നുണ്ട്.
പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം ഞങ്ങൾ എല്ലായിടവും കൊണ്ടുപോയി ഓട്ടോ സ്റ്റാൻഡിലും ആംബുലൻസ് ഡ്രൈവർമാർക്കും മെഡിക്കൽ കോളേജിലും ബസ് സ്റ്റാൻഡിൽ ചെന്ന് ഇറങ്ങി നിന്നിട്ട് ബസ്സിൽ ചെന്ന് ഞങ്ങൾ 20 കിലോമീറ്റർ അപ്പുറമുള്ളൊരു സ്ഥലത്ത് ചെന്ന് ബസ്സിൽ ചെന്ന് ഇറങ്ങി നിന്ന് മാതാവിനെ പറ്റി പറഞ്ഞു തന്നെ എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യുമായിരുന്നു. പിന്നെ പൊതിച്ചോറ് വെച്ച് എല്ലാ സ്ഥലങ്ങളിലും ഹോസ്പിറ്റലിലും വഴിയിരിക്കുന്നവർക്കും എല്ലാം കൊടുക്കും. അനാഥാലയത്തിൽ അരി വാങ്ങിക്കൊടുക്കും. ഇത്രയും ചെയ്തു തന്ന മാതാവിനും ഈശോയ്ക്കും എൻ്റെ കോടാനുകൂടി നന്ദി ഞാൻ പറയുന്നു.